പ്രാദേശികമായി ഏറെ ലഭ്യതയുള്ള അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് സർഗാത്മകമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുത്ത് അവ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുകയും വ്യത്യസ്ത സാധ്യതകൾ പരീക്ഷിക്കുകയുമാണ് കിഡ്സ് തങ്ങളുടെ തഴപ്പായ ഉൽപ്പന്നങ്ങളിലൂടെ നടപ്പിലാക്കുന്നത്. പ്രകൃതിദത്ത നാരുൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ തന്നെ പ്രധാന കേന്ദ്രമാകുവാൻ പ്രാപ്തരാകുന്ന പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ കിഡ്സ് ലക്ഷ്യം വയ്ക്കുന്നത്. കാലങ്ങളായി കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി പ്രകൃതിദത്ത നാരുൽപ്പന്നങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് ഗവേഷണം നടത്തിയും പരിശീലനങ്ങൾ സംഘടിപ്പിച്ചും പ്രസ്തുത മേഖല ഏറ്റവും മികവുറ്റതാക്കുവാൻ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. കിഡ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, കേന്ദ്ര വസ്ത്ര മന്ത്രാലയം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്രാഫ്റ്റ് ബേസ്ഡ് റിസോഴ്സ് സെൻറ്റർ കിഡ്സ് ചെയ്ത തഴപ്പായ മേഖലയിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മന്ത്രാലയം നൽകുകയുണ്ടായി. ഇന്ത്യയിലെ ഒരേ ഒരു ക്രാഫ്റ്റ് ബേസ്ഡ് റിസോഴ്സ് സെൻ്ററാണത്. അതോടൊപ്പം ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രിയിൽ തഴപ്പായയെ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം കിഡ്സ് ചെയ്യുകയും അങ്ങനെ GI ക്രാഫ്റ്റായി തഴപ്പായ മാറുകയും ചെയ്തു. ശാരീരിക വൈകല്യം നേരിടുന്നവർക്കും സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള കുടുംബങ്ങൾക്കും വനിതാ സംഘങ്ങൾക്കും ഒരുപോലെ സഹായകമായ പ്രവർത്തനങ്ങളാണ് പ്രകൃതിദത്ത നാരുൽപാദന മേഖലയിൽ കിഡ്സ് നടപ്പിലാക്കുന്നത്. അസംസ്കൃത വസ്തുക്കൾ ആവശ്യക്കാരുടെ വീടുകളിൽ എത്തിച്ചും സ്ഥാപനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ പണിശാലകൾ ഒരുക്കിയും പായ, ചവിട്ടികൾ, അലങ്കാര വസ്തുക്കൾ, ഫയൽ തുടങ്ങി ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും പുതുസാധ്യതകൾ കൈവരിക്കുന്നതിനു വേണ്ട പരിശീലനങ്ങൾ ഒരുക്കിയും കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി പ്രസ്തുത തൊഴിൽ മേഖലയെ ചലനാത്മകമാക്കുന്നതിന് കഠിന പ്രയത്നം നടത്തിവരുന്നു. എനിക്ക് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോളിയോ വന്ന് കിടപ്പായിപ്പോയി. 5 വർഷത്തോളം കിടന്ന കിടപ്പൊക്കെ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും 9 മക്കളിൽ 7ാമത്തെയാണ്. അപ്പോൾ കുറേ ചികിത്സയൊക്കെ അവർ പറ്റണ പോലെയൊക്കെ കുറേ ചികിത്സയൊക്കെ ചെയ്തു. ഇത് പോളിയോയുടെ ഈ വൈകല്യം സംഭവിച്ചാൽ പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്യണത് അത്ര കിട്ടാണ്ട് വളരെ കുറവല്ലേ ഉണ്ടാവാറുള്ളൂ വൈകല്യം വന്നു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഇരുന്നു കൊണ്ടുള്ള മേലോട്ടുള്ള ജീവിതം അങ്ങോട്ട് കഴിക്കേണ്ടതെന്ന് വിചാരിച്ച് ഇരുന്നു കൊണ്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് നെയ്ത്തൊക്കെ കുറേശ്ശെ ചെയ്ത് പിന്നെ കൊന്തയൊക്കെ കെട്ടി അങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോട്ടപ്പുറം കിഡ്സിൽ LBS സെൻറ്റർ വഴി നടത്തുന്ന ഒരു കോഴ്സ് ഉണ്ട്, അതിലകത്ത് ചേരാമെന്ന് പറഞ്ഞ് ഞാൻ ആ കോഴ്സിന് ചേർന്നത്. കോവിഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് ജോലിക്ക് തടസ്സം വന്നപ്പോൾ അവിടെ നിന്ന് കുറേ ബുദ്ധിമുട്ട് കൂടിയാണ്. വീട്ടിലെ വണ്ടിക്ക് കൊണ്ടുതരാൻ പറഞ്ഞു. ഈ മെറ്റീരിയൽ എനിക്ക് കൊണ്ടുപോയി തരും, ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യും. പിന്നെ കാരിത്താസ് ഇന്ത്യയുടെ അവിടെ കിഡ്സിൽ കിട്ടുന്ന എന്ത് സഹായവും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അവിടെ നിന്ന് അതിലൊരു വീതം ഞങ്ങൾക്ക് എനിക്ക് വീട്ടിൽ കൊണ്ടെത്തിക്കും. പിന്നെ ആ കിഡ്സ് എന്ന സ്ഥാപനമാണ് എനിക്ക് വീടുണ്ടാക്കി തന്നത്. ഞാൻ അനുജത്തി മാത്രമാണ് ഈ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് ഞങ്ങളുള്ളൂ. ഞാൻ കിഡ്സിൽ വന്നിട്ട് 20 വർഷമായി. ഈ തറയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8 വർഷമായി. കിഡ്സിൽ നിന്ന് തന്നെ ട്രെയിനിങ് ഒക്കെ കിട്ടിയതാണ്. കിഡ്സിൽ വന്നേ പിന്നെ ഇങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നു. ഇതൊന്നും അറിയില്ലായിരുന്നു, ഇവിടെ വന്ന് പിന്നെ പഠിച്ചതാണ്. തന്നെത്താനെ ചെയ്ത് ഇപ്പോൾ നല്ല ഇതായി. ഇപ്പോൾ ഡിസൈനൊക്കെ ചെയ്തു തുടങ്ങി. ഇതിപ്പോൾ തഴപ്പായാലും ചെയ്യും, കുളവാഴയിലും ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ തഴപ്പായുടെ ഒരു മേഖലയാണ്. എന്നുവെച്ചാൽ കൊടുങ്ങല്ലൂർ എന്ന് വെച്ചാൽ തഴപ്പായുടെ മേഖലയാണ്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതലേ
തഴപ്പായയിൽ വളർന്ന് ജീവിച്ചതാണ്. ചെറുപ്പം സ്കൂൾ പഠനം കഴിഞ്ഞ പിന്നെ പായ നെയ്താണ് ഞങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അന്നൊക്കെ ഞങ്ങളുടെ വിചാരം ഈ തഴപ്പായ കൊണ്ട് ഈ തഴ കൊണ്ട് പായ മാത്രമാണ് ചെയ്യാൻ പറ്റണമെന്നായിരുന്നു ഞങ്ങൾക്കുള്ള ധാരണ മുഴുവൻ. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ മുതിർന്ന് വിവാഹിതരൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു ട്രെയിനിങ് കിട്ടി. ആ ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ പഠിച്ചു. പല വിധത്തിലുള്ള ട്രെയിനിങ്ങുകൾക്കും ഡിസൈൻ വർക്ക്ഷോപ്പും അതൊക്കെ ഞങ്ങൾ പഠിച്ചു. ഇപ്പോൾ ഞങ്ങൾ മൂല്യവർദ്ധനമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഞങ്ങൾ സെയിലിനും പിന്നെ ഒത്തിരി എക്സിബിഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആർട്ടിസൻ കാർഡുണ്ട്, ക്ഷേമനിധി ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതിൽ നിന്നും നല്ലൊരു വരുമാനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ഈ ഇത് വന്നു, വെള്ളപ്പൊക്കം വന്നു, എന്നിട്ട് ഞങ്ങൾക്ക് തളർന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അന്നും ജോലി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി വീട്ടിലിരുന്ന് ചെയ്യുമായിരുന്നു. അതുപോലെ ഇപ്പോൾ ഈ കൊറോണ വന്നു, അപ്പോഴും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി ഞങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് എന്നിട്ട് ഒരു ദിവസം കൂടി കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങൾക്ക് ചെറുതാണെങ്കിലും ഒരു വരുമാനം അന്നും കിട്ടിയിരുന്നു, ഇന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു നല്ലൊരു ഉപജീവന മാർഗമാണ്. പിന്നെ ഇതുകൊണ്ട് വേറെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടായിട്ട് വെച്ചാൽ നമ്മൾക്ക് ഇപ്പം എല്ലാവരും ജോലി എടുത്താൽ മാത്രമാണ് നമ്മുടെ വീട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റുന്നത്. വെച്ചാൽ ഒരാളവരെ കണ്ണും കാത്ത് നിന്നിട്ട് കാര്യമില്ല. അപ്പം അതിൻ്റെ പേരിൽ നമ്മുടെ ഒരു ചെറു വരുമാനം കൂടെ കിട്ടുമ്പോൾ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് അതുകൊണ്ട് തള്ളി നീക്കാൻ പറ്റുന്നുണ്ട്. കിഡ്സ് ചെയ്ത ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ചെയ്ത അവർക്ക് ഏറ്റവും കൂടുതൽ ജോലി കൊടുത്തു എന്നുള്ളതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ 2015 മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റ് കിഡ്സിനെ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. ോളം കുട്ടികളുണ്ട് ഡിസേബിൾഡ് ആയിട്ടുള്ളവർ. അതിൽ 28ഓളം പെൺപിള്ളേരും 2 ആൺകുട്ടികളാണ് നമുക്കുള്ളത്. അതിൽ മിണ്ടാത്തവരും നടക്കാത്തവരുമായിട്ടുള്ള കുട്ടികളാണ്. പിന്നെ അവരുടെ ലോകമെന്ന് പറയുന്നത് അവരുടെ വീട് കഴിഞ്ഞാൽ അവർക്ക് കിഡ്സാണ്. കിഡ്സിൽ വന്നതിന് ശേഷമാണ്, അതായത് 2004 മുതൽ അവർ ഇവിടെ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ അവർ ചെയ്തിരുന്നത് തഴ കീറൽ, മടിയാക്കൽ, ഉണക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം അവരെ ഒരു ഗ്രൂപ്പ് കൂടി നമ്മുടെ കിഡ്സ് ക്യാമ്പസിനകത്ത് വന്നതിന് ശേഷം ഒരു ഗ്രൂപ്പായിട്ട് ഇരുത്തി അവരെ ഓരോ ട്രെയിനിങ്ങുകൾ കൊടുത്ത്, അതായത് തഴയുടെയും കുളവാഴയുടെയും പേപ്പർ ബാഗ്, LED ബൾബ്, അങ്ങനെ ഒരുപാട് ട്രെയിനിങ്ങുകൾ കൊടുത്ത് അവർ ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പ്രാപ്തരാക്കി നമ്മൾ. ഇപ്പോൾ അതിനുശേഷം അവർ ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റുകൾക്ക് മാസം ഒരു സാലറി വെച്ച് അവർ വാങ്ങാൻ തുടങ്ങി. പിന്നെ അവർക്ക് നമുക്ക് ആരോഗ്യപരമായിട്ടും ക്യാമ്പുകളായിട്ടൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ 2 പേർക്ക് നമുക്ക് വീടുണ്ടായിരുന്നില്ല, അവർക്ക് 2 പേർക്ക് വീട് വെച്ച് കൊടുത്തു. ഇപ്പോൾ പിന്നെ അവരുടെ ലോകം എന്ന് പറയുന്നത്, അവരുടെ വീട് വിട്ടാൽ അവരുടെ ലോകം എന്ന് പറയുന്നത് അവരുടെ കിഡ്സാണ്. കാരണം ആ വീടുകളിൽ നിന്ന് അവർക്ക് പുറമേ ഒരു ലോകം, ഒരു സ്ഥലത്ത് അവർക്ക് പോകാനോ കാണാനോ പറ്റിയിട്ടില്ല. അവർ കിഡ്സിൽ വന്നതിന് ശേഷമാണ് ഒരുപാട് സ്ഥലങ്ങൾ, ഗുരുവായൂർ, പിന്നെ മെട്രോ പോയത്, ഫ്ലവേഴ്സ് ചാനലിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് പോയത്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോയത് ഈ കിഡ്സിൽ വന്നതിന് ശേഷമാണ്. ഏകദേശം 2002 സ്ക്രൂ പെയിൻ മേഖലയിലേക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ പങ്കെടുത്തു. കിഡ്സിൻ്റെ കീഴിലുള്ള ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ശേഷം ഈ സ്ക്രൂ പെയിൻ വീവിങ്, അതായത് ബേസിക് ആയിട്ടുള്ള പഠനങ്ങളെല്ലാം പഠിച്ചു. ഇവിടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലേക്ക് എന്നെ ട്രെയിനിങ്ങിന് വേണ്ടി നിയോഗിച്ചു, കിഡ്സിൻ്റെ നേതൃത്വത്തിൽ തന്നെ. അതുപോലെ തന്നെ പഞ്ചായത്ത് ഏരിയ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ സ്ഥലങ്ങളിലേക്ക് കിഡ്സിൽ നിന്നും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് ട്രെയിനിങ് കൊടുക്കുവാൻ വേണ്ടി എന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ ഈ മേഖലയിലാണെങ്കിലും എനിക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഇവിടെ വന്ന് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് പഠിച്ചതിന് ശേഷമാണ്
എനിക്ക് മാസ്റ്റർ ക്രാഫ്റ്റായിട്ട് ഒരു പല പല ട്രെയിനിങ്ങുകളിൽ പല പല എക്സിബിഷനുകളിലെല്ലാം പങ്കെടുത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ MCP ആയിട്ട് എന്നെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ട്രെയിനിങ്ങുകൾ പല തരത്തിൽ കിട്ടിയതുകൊണ്ട് പല പല വീവിങ്ങുകൾ ബേസിക് പഠിച്ചെങ്കിലും മോഡേൺ ആയിട്ട് ഓരോ തരം വീവിങ്ങുകൾ വരികയും അതിൽ കൂടുതൽ എക്സ്പെർട്ടായിട്ട് ചെയ്ത് നോക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് തന്നെ ചെറിയൊരു വരുമാനത്തിൽ നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. തഴയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇവിടെ ഏറ്റവും അധികം സുലഭമായിട്ടുള്ള ഒരു സംവിധാനമാണ് തഴ എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും വീടുകളിൽ നിന്ന് വെട്ടിക്കളയുന്ന ഒരു സംവിധാനം, ഒരുപക്ഷെ സുനാമി പോലുള്ള സംവിധാനങ്ങളിൽ നമ്മുടെ കടലോരത്തൊക്കെ ഇത് നട്ടുപിടിപ്പിച്ചാൽ അതിനെ തടയും എന്ന് പോലും അതിൻ്റെ അത്രയും ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു വസ്തുവാണത്. അപ്പോൾ അതിനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കിടന്നുറങ്ങുന്ന ഒരു പായ ബെഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പായ പതുക്കെ ഉപേക്ഷിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വന്നപ്പോഴാണ് കിഡ്സ് ഇടപെട്ടത്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ്, നിഫ്റ്റ്, KSID, അതുപോലെ NCDPD ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും മിനിസ്ട്രി തലത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ എംപാനൽഡാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത്, ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തു, അവർക്ക് സ്റ്റൈപ്പൻഡോടുകൂടിയുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തു. ഇപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്ന് 200ഓളം പേര് അതിൽ വർക്ക് ചെയ്യുന്നു. ഇനി പുതിയൊരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ, സ്ഫൂർത്തി എന്ന് പറയുന്ന പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ 600 പേര്, അതിൽ 100 ഭിന്നശേഷിക്കാരാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കുന്ന നാരുൽപ്പന്നങ്ങൾ ആകർഷകവും വ്യത്യസ്തവുമായ വിപണന രീതിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കിഡ്സ് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഓൺലൈൻ വഴിയും വിപണന മേളകളെ ഉപയോഗപ്പെടുത്തിയും കച്ചവട സ്ഥാപനങ്ങളെ ആശ്രയിച്ചുമാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കിഡ്സ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. ഇതിലൂടെ നാരുൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ വരുമാനവും കുടുംബങ്ങൾക്ക് സുസ്ഥിര അടിത്തറയും ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള എക്സിബിഷനുകൾ, ക്രാഫ്റ്റ് മേളകൾ, ട്രേഡ് ഫെയറുകൾ എന്നിവയിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നു. അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലുള്ള സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ഒരു ഹട്ട് നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു സ്റ്റോളുകൾ, അതുപോലെ ലേ മെറിഡിയൻ ഹോട്ടൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നു. അതോടൊപ്പം തന്നെ ആമസോൺ കല്ലറ എന്നിവയുള്ള ഓൺലൈനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. നാച്ചുറൽ ഫൈബർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്സ് ആരംഭിക്കുന്ന കാലം മുതൽ കിഡ്സിൻ്റെ പൊതുവായിട്ടുള്ളൊരു മേഖലയായിരുന്നു നാച്ചുറൽ ഫൈബർ സെക്ഷൻ. തഴപ്പായ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും കിഡ്സ് പല ഗ്രൂപ്പുകളാക്കി തിരിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്ക് വേണ്ടിയാണ് കിഡ്സ് ആദ്യം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി പല SHGകൾ രൂപീകരിക്കുകയും അതുപോലെ ഫെഡറേഷൻ രൂപീകരിക്കുകയും ചെയ്തു. 1999 കിഡ്സ് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുകയും ആ ട്രേഡ് യൂണിയൻ്റെ ഫലമായി തഴപ്പായ മേഖലയിലുള്ള എല്ലാവരെയും ആ ട്രേഡ് യൂണിയനിൽ അംഗങ്ങളാക്കുകയും ചെയ്തു. 2000 കേരള ഗവൺമെൻറ് തഴപ്പായ മേഖലയിൽ ക്ഷേമനിധി കൊണ്ടുവരികയും ആ മേഖലയിലുള്ള എല്ലാ അംഗങ്ങളെയും കിഡ്സിൻ്റെ ക്ഷേമനിധി മെമ്പർമാരാക്കുകയും ചെയ്തു. 2000 ആരംഭിച്ച ക്ഷേമനിധിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇന്ന് 3500ഓളം തൊഴിലാളികളെ കിഡ്സിൻ്റെ ക്ഷേമനിധി അംഗങ്ങളാക്കുവാൻ കിഡ്സിന് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി അവർക്ക് 60 വയസ്സ് വരെയും ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെൻറ് പെൻഷൻ അനുവദിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് സ്ത്രീ തൊഴിലാളികൾക്ക് വിവാഹ ധനസഹായവും ചികിത്സാ സഹായവും അതുപോലെ പ്രസവാനുകൂല്യവും മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കോളർഷിപ്പ് ഇങ്ങനെ പല അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാമ്പത്തിക സാമൂഹിക പുരോഗതിക്ക് വേണ്ടിയുള്ള സഹായങ്ങളും ക്ഷേമനിധി മുഖാന്തരം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
കരകൗശല ശില്പികളുടെ വികസനത്തിനും കരകൗശല മേഖലയുടെ ക്ഷേമത്തിനുമായി കേന്ദ്ര വസ്ത്ര മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടെ കിഡ്സ് നടപ്പിലാക്കിയ സ്ഥാപനമാണ് ക്രാഫ്റ്റ് ബേസ്ഡ് റിസോഴ്സ് സെൻറ്റർ. പ്രകൃതിദത്ത നാരുകൾക്ക് വേണ്ടിയുള്ള ഈ റിസോഴ്സ് സെൻറ്ററിലൂടെ 3000-ഓളം സ്ത്രീകൾക്ക് ഇതിനോടകം പരിശീലനം നൽകി കഴിഞ്ഞിരിക്കുന്നു. 200-ഓളം കരകൗശല ശില്പികൾ നേരിട്ടും 300-ഓളം പേർ അല്ലാതെയും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ഈ റിസോഴ്സ് സെൻറ്ററിൻ്റെ ഭാഗമായി ഡിസൈൻ ഡെവലപ്മെൻറ്റ് വർക്ക്ഷോപ്പിലൂടെയും സ്കിൽ അപ്ഗ്രേഡേഷൻ ട്രെയിനിങ്ങിലൂടെയും നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ സ്ത്രീകൾക്ക് തൊഴിൽ നൽകുക, അതോടൊപ്പം പ്രകൃതിദത്ത നാരുകളുടെ വ്യാപനത്തെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് റിസോഴ്സ് സെൻറ്ററിനുള്ളത്. ഈ റിസോഴ്സ് സെൻറ്ററിലൂടെ സിമിലർ ഓർഗനൈസേഷൻസിലുള്ള മറ്റുള്ള സ്ഥാപനങ്ങളിലെ ആളുകൾക്കും, അതായത് കേരളത്തിലെ മറ്റു വനിതകൾക്കും സ്വയം സഹായ സംഘടനകൾ ഉൾപ്പെടെ അല്ലാതെയുള്ള കുടുംബശ്രീയിലുള്ളവർക്കും നമ്മൾ പരിശീലനം നൽകി വരുന്നു. ഇപ്പോൾ തന്നെ കിഡ്സിനെ കുടുംബശ്രീയുടെ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള മറ്റു കുടുംബശ്രീ വനിതകൾക്കും അതുപോലെയുള്ള മറ്റു സ്ത്രീകൾക്കുമൊക്കെ പരിശീലനം നൽകുക എന്നുള്ളത് ഈ റിസോഴ്സ് സെൻറ്ററിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റു ഓർഗനൈസേഷനായിട്ടുള്ള ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. NID, NIFT, NCDPD, IICD എന്നുള്ള ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചുകൊണ്ട് കൂടുതൽ വ്യത്യസ്തവും മേന്മയുള്ളതുമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ റിസോഴ്സ് സെൻറ്റർ പ്രവർത്തിക്കുന്നു. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ ഈ റിസോഴ്സ് സെൻറ്റർ ഇന്ത്യയിലെ തന്നെ ഏക റിസോഴ്സ് സെൻറ്ററാണ്. നാച്ചുറൽ ഫൈബർ പ്രോഡക്ട്സുകളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെ ആകമാനം പഠനം നടത്തുവാനും ഇന്ത്യയിലുള്ള മറ്റു ആർട്ടിസാൻസിന് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു റിസോഴ്സ് സെൻറ്ററാണ് ഈ റിസോഴ്സ് സെൻറ്റർ. CBRCയുടെ ഭാഗമായി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൽ ഇന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള നാച്ചുറൽ ഫൈബർ പ്രോഡക്ട്സുകളാണ് ഇവിടെ നമ്മൾ അലങ്കരിച്ചിരിക്കുന്നത്. ഇത് വരുന്നവർക്ക് ഇത് കാണാനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ മ്യൂസിയം നിലകൊള്ളുന്നത്. ഇന്ത്യയിലെ മറ്റു ആർട്ടിസാൻസിനെ എങ്ങനെ വികസനത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതിൻ്റെ ഭാഗം കൂടിയാണ് ഈ മ്യൂസിയം. ഇവിടെ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ മറ്റു കരകൗശല തൊഴിലാളികളുടെ കൈകൊണ്ട് നിർമ്മിച്ചതും കൂടിയാണ്. ഏറ്റവും അടുത്ത സമയങ്ങളിൽ കേരള ഗവൺമെൻറ്റിൽ നിന്ന് നമുക്കൊരു പ്രത്യേക ക്ഷണം ലഭിച്ചിട്ടുണ്ട്. വാട്ടർ മെട്രോ രൂപീകരിക്കുന്നതിന് വേണ്ടി കുളവാഴ നീക്കം ചെയ്യുന്നതിൽ കിഡ്സാണ് അതിൽ പ്രധാനമായി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ഏജൻസി. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രപ്പോസൽ വെച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംരംഭം വരികയാണെങ്കിൽ വളരെ സുന്ദരമായി ഒത്തിരിയധികം പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംവിധാനമായി ഈ കുളവാഴ, തഴപ്പായ മുതലായിട്ടുള്ള മേഖല കിഡ്സ് കാലം തൊട്ടേ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് കേരളം മൊത്തം വ്യാപിപ്പിക്കുവാനുള്ള പരിശ്രമത്തിലാണ് കിഡ്സിൻ്റെ ട്രെയിനേഴ്സ് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു ലക്ഷ്യം ഒരു ക്രാഫ്റ്റ് വില്ലേജ് രൂപീകരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പരിസരം ക്രാഫ്റ്റിൻ്റെ പ്രധാനപ്പെട്ട തഴപ്പായുടെ ഒരു മേഖലയായിരുന്നു. അതിനെ ഒരു ക്രാഫ്റ്റ് വില്ലേജായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക. ഏറ്റവും അടുത്ത സമയങ്ങളിൽ നമ്മുടെ ഒരു പരിശ്രമം ഒരു കോമൺ ഫെസിലിറ്റി സെൻറ്റർ, ഏകദേശം 600 പേര് ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി സ്ഫൂർത്തി എന്ന് പറയുന്ന പദ്ധതി പ്രകാരം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ 600 പേർക്ക് ഒരേ സമയം ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബഹുമുഖങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കിഡ്സ് ചെയ്യുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മൊബൈൽ മാമോഗ്രാം യൂണിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കാരിത്താസ് നമ്മളുടെ ഇറ്റലി ആസ്ഥാനമായിട്ടുള്ള ചേയ് എന്ന് പറയുന്ന സംഘടനയുമായി ചേർന്ന് ഒരു മൊബൈൽ മാമോഗ്രാം യൂണിറ്റ് നമ്മൾ രൂപീകരിച്ചിരിക്കുകയാണ്. അത് അമല ഹോസ്പിറ്റലുമായി സഹകരിച്ച് 4 ജില്ലകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ ലക്ഷ്യം ഇത് ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ രൂപത സൊസൈറ്റികൾ തുടങ്ങുന്ന ആദ്യത്തെ ഒരു സംവിധാനമായിരിക്കും മൊബൈൽ മാമോഗ്രാം യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ആദ്യഘട്ടമെന്ന വണ്ണം 4 തൃശ്ശൂർ, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും പിന്നീട് അങ്ങോട്ട് 32 രൂപതകളിലും അതിനെ കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് കിഡ്സ് എയർപോർട്ട് കൊണ്ടിരിക്കുന്നത്. ഇനിയും
ഒത്തിരിയേറെ പേർക്ക് ഇപ്പോൾ ഈ ഒരു കൊറോണ വന്നതിന് ശേഷം ഒരുപാട് കുടുംബങ്ങൾക്ക്, ഏകദേശം 60,000 കുടുംബങ്ങൾക്ക് തന്നെ മെഡിക്കൽ കിറ്റ് പോലുള്ള സംവിധാനങ്ങൾ, ശുചിത്വ കിറ്റ്, അതുപോലെ ഭക്ഷ്യ കിറ്റ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ കാരിത്താസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇനി അത് ഓക്സിജൻ കിട്ടാത്ത ഇടങ്ങളിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ കോട്ടപ്പുറം സമരിറ്റൻസ് എന്ന പേരിൽ കിഡ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് മരണങ്ങൾ ഉണ്ടാകുമ്പോഴും അതോടൊപ്പം ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കേസുകൾ ഉണ്ടാകുമ്പോഴും ചെയ്യാൻ ഒരു ടീമിനെ രൂപീകരിച്ചു. ഏകദേശം 65ഓളം പേര് അതിൽ അംഗങ്ങളായിരുന്നു. ഇന്ന് ഏകദേശം 55ഓളം മൃതസംസ്കാര ശുശ്രൂഷകൾക്ക്, കോവിഡ് മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് കോട്ടപ്പുറം സമരിറ്റൻസിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. കൊറോണ ഉണ്ടായപ്പോഴും പ്രളയം ഉണ്ടായപ്പോഴും ഒക്കെ നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം നിൽക്കാൻ കിഡ്സിന് കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്. ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാനാണ് കിഡ്സിന് എന്നും ഇഷ്ടം. ഒരുപാട് പേര് കിഡ്സിനെ സഹായിക്കുന്നുണ്ട്, അല്ലാതെ കിഡ്സിന് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരിത്താസ് ഇന്ത്യ, കേരള സോഷ്യൽ സർവീസ് ഫോറം, വിപ്രോ കെയേഴ്സ്, ജർമ്മനി ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടന, അതുപോലെ ചെയ്, അങ്ങനെ ഒരുപാട് സംഘടനകൾ കിഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കിഡ്സിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. അവരെയൊക്കെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിഡ്സിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കിഡ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്ന ഈ വേളയിൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി വരുന്ന വാചകം ചേരികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രസീലിലെ ആർച്ച് ബിഷപ്പ് ഹേൽദർ കാമ്രയുടെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നു, ദരിദ്രർക്ക് ആഹാരം കൊടുക്കുമ്പോൾ നിങ്ങൾ എന്നെ വിശുദ്ധനെന്ന് വിളിക്കുന്നു. അവരെന്തുകൊണ്ട് ദരിദ്രരായി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നു. അവരെന്തുകൊണ്ട് ദരിദ്രരായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമല്ല, അതിനപ്പുറമായി അവർക്ക് ആ ദരിദ്രാവസ്ഥയിൽ നിന്നും സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായുമുള്ള ദരിദ്രാവസ്ഥയിൽ നിന്നും കരയേറുവാനുള്ള ഒരു മാർഗമാണ് കിഡ്സിൻ്റെ പ്രവർത്തനങ്ങൾ. 1987 കോട്ടപ്പുറം രൂപത നിലവിൽ വന്ന നാൾ മുതൽ വളരെ ശക്തമായ രീതിയിൽ വളരെയധികം ദാരിദ്ര്യാവസ്ഥയിലുള്ള അനേകർക്ക് താങ്ങും തണലുമായി കിഡ്സ് എന്നും ഒപ്പമുണ്ട്. കിഡ്സിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദരിദ്രാവസ്ഥയിൽ നിന്നും കരകയറാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദരിദ്രർക്ക് ആഹാരം കൊടുക്കുന്നു. അത് കിഡ്സിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം തന്നെയാണ്. ഈ കോവിഡ് കാലത്ത് കിഡ്സും അതോടൊപ്പം തന്നെ കോട്ടപ്പുറം രൂപതയിലെ ഓരോ ഇടവകകളും ഒത്തുചേർന്ന് അനേകം പ്രാവശ്യം അനേകർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ സാമ്പത്തികമായും മറ്റുള്ളവരിൽ നിന്നും പണം പിരിച്ചുകൊണ്ട് തന്നെ അവരെ സഹായിക്കുവാനായിട്ട് കിഡ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുണ്ട്. കോട്ടപ്പുറം രൂപത നിലയിൽ വന്ന കാലം മുതൽ കിഡ്സിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന ബഹുമാന്യരായ എല്ലാ വൈദികരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവരുടെ നിരന്തരമായ സേവനവും ദീർഘവീക്ഷണമുള്ള അവരുടെ പദ്ധതികളുമാണ് കിഡ്സിനെ ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. ഇന്ന് ഒത്തിരിയധികം ജനങ്ങൾക്ക് വളരെ താങ്ങും തണലുമായി തന്നെ കിഡ്സ് നിലകൊള്ളുകയാണ്. കിഡ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് സെക്യുലർ ക്യാരക്ടറാണ്. മതപരമായ ഒരു ചിന്തയല്ല അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. കിഡ്സിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും അതിൻ്റെ ആനുകൂല്യം അനുഭവിക്കുന്ന വ്യക്തികൾ നോക്കുകയാണെങ്കിൽ ബഹുഭൂരിഭാഗവും ക്രിസ്തുമതത്തിന് അപ്പുറമുള്ള വ്യക്തികളാണ്. അപ്പോൾ ഒരു സെക്യുലർ ക്യാരക്ടർ കിഡ്സിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എല്ലാ മേഖലയിലും കിഡ്സ് തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയും മുതിർന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായി നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടിയും
ഒത്തിരിയധികം പ്രവർത്തനങ്ങൾ കിഡ്സ് നടത്തുന്നുണ്ട്. അവരെ വിവിധ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിക്കൊണ്ടുവരുവാൻ പോലും കിഡ്സ് അശ്രാന്തമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പല മേഖലകളിലും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഉയർച്ചയിലേക്ക് നയിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് കിഡ്സ് നടത്തുക. ഇപ്രകാരം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ കാരണം അന്വേഷിക്കാതെ അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള അക്ഷീണമായ പരിശ്രമമാണ് കിഡ്സിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. കിഡ്സിൻ്റെ കീഴിൽ ഏകദേശം 25ഓളം സ്റ്റാഫാണ് പെർമനൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നത്. അതുകൂടാതെ SHGകളെ നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഏകദേശം 30ഓളം ആനിമേറ്റേഴ്സ് ഉണ്ട്. അവരാണ് ഞങ്ങളുടെ ഫീൽഡ് ലെവലിലുള്ള കോർഡിനേറ്റേഴ്സ്. അവരാണ് SHGകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്ത് അവരെ എക്വിപ്പ് ചെയ്യിപ്പിച്ച് അതുവഴി ആളുകളെ ശാക്തീകരിക്കുന്നു. അതോടൊപ്പം കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊമോട്ടർമാർ, അവർ വോളണ്ടറി സർവീസാണ്. ഏകദേശം 40ഓളം പ്രൊമോട്ടർമാർ വോളണ്ടറി സർവീസിലൂടെ ഒത്തിരിയധികം കുട്ടികളുടെ വികസനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ബഹുമുഖങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് കിഡ്സ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, മുന്നോട്ടുള്ള സമയങ്ങളിൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് യൂണിവേഴ്സിറ്റി പോലെ ആകുന്നതിലേക്ക് കിഡ്സ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഇതൊരു കടലോര മേഖലയാണ്. അക്വാ കൾച്ചർ, മറൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ, ഇതൊക്കെ ഇവിടുത്തെ കുട്ടികളെ കൊടുത്ത് അവരെ എക്വിപ്പ് ചെയ്യിക്കുക. PSC പോലുള്ള സംവിധാനങ്ങളിലൂടെ ഇവിടെ ഗവൺമെൻറ് ജോലികളിൽ ജോലി ചെയ്യുന്നവർ കുറവാണ്. അങ്ങനെയുള്ളവരെ ഗവൺമെൻറ് ജോലിയിലേക്ക് കൊണ്ടുവരിക, കോച്ചിങ് സെൻറ്റർ തുടങ്ങാനുള്ള പരിശ്രമങ്ങളുണ്ട്. അതുകൂടാതെ ഫാഷൻ ടെക്നോളജി, നമ്മൾ തഴയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരേ ഒരു ക്രാഫ്റ്റ് ബേസ്ഡ് റിസോഴ്സ് സെൻറ്റർ ഉള്ളപ്പോൾ ഫാഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫാഷൻ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ, ഫോർഡ് ഇൻ്റർനാഷണലുമായിട്ട് സഹകരിച്ച് ഫ്രീ ആയിട്ട് സ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കുക. DDGKയുടെ ഭാഗമായി നമ്മൾ ഓൾറെഡി ഫ്രീ ആയിട്ട് സ്റ്റൈപ്പൻഡോടുകൂടെ അങ്ങോട്ട് കൊടുത്ത് കുട്ടികൾക്ക് ജോലിയും കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 200ഓളം പേര് അതിൻ്റെ പഠനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ITIയുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നിക്കൽ ട്രെയിനിങ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. അങ്ങനെ സ്കിൽ ഡെവലപ്മെൻറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ളൊരു പരിശ്രമം കൂടെ കിഡ്സിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമാനതകളില്ലാത്ത സേവന ചരിത്രമാണ് കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടേത്. സമൂഹത്തിൽ ക്രൈസ്തവ ദർശനത്തിലൂന്നി ഏതെല്ലാം തരത്തിൽ ഇടപെടുവാൻ സാധിക്കുമെന്നും അവ എത്രത്തോളം ഫലപ്രദമായ മാറ്റങ്ങളാണ് അവിടെ പ്രകടമാക്കുക എന്നും കിഡ്സ് തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആവശ്യക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തി ഓരോ കുടുംബത്തിനെയും അഥവാ ഓരോ വ്യക്തികളെയും സമൂഹത്തിൽ അഭിമാനത്തോടെ ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നതിൻ്റെ പ്രവർത്തന മാതൃകയാണ് കിഡ്സ്. തുടർന്നും നൂതനമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് സമൂഹ ജീവിതങ്ങളിലേക്ക് ആഴത്തിൽ ഇടപെടുന്നതിന് കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് സ്വപ്ന പദ്ധതികൾ ഏറെയാണ്. ഒരിക്കലും മടുപ്പു തോന്നാത്ത സേവന സന്നദ്ധരുടെ മഹനീയ സംഘം.